അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമ്മൾ കണ്ടെത്താൻ ആദ്യം ചെയ്യേണ്ടത് ഒരു 10-40 വർഷത്തിലെ ഡാറ്റ എടുത്തിട്ട് കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ്റെ ഡാറ്റ എടുത്തിട്ട് നമ്മളത് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് വോട്ട് ഷെയറാണ്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട്. ഈ രണ്ട് പാർട്ടികളുടെ വിജയത്തിന് അവരോ സീറ്റിനനുസരിച്ചാണ് ഒരു മന്ത്രിസഭ ആരാ LDF ഭരിക്കൂ UDF ഭരിക്കൂ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ നമ്മൾ വോട്ട് ഷെയർ നോക്കുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടികൾക്കും കാര്യമായിട്ട് വോട്ട് ഷെയറിൽ മാറ്റമൊന്നുമില്ല. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ 2021 വോട്ട് ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വർഷം നമുക്ക് കാണാൻ പറ്റും രണ്ടുപേർക്കും ഏകദേശം 25%, 25% രണ്ടുപേർക്കും വോട്ട് കിട്ടിയിട്ടുള്ളത്, വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ 25% രണ്ട് പാർട്ടികളും നമ്മളത് എത്രമാത്രം സീറ്റായി കൺവേർട്ട് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് വലിയൊരു മാറ്റം നമ്മൾ കാണുക. കാരണം ഈ 25 സീറ്റ് CPM 62 സീറ്റാക്കി മാറ്റി. ഈ 25% വോട്ട് ഷെയർ 62 സീറ്റായി മാറി. പക്ഷേ കോൺഗ്രസിന് അത് വെറും 21 സീറ്റേ ആയുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേക കാരണം 2008 CPM-ന് അടിച്ചൊരു ലോട്ടറിയാണ്. എന്താണ് ആ ലോട്ടറി എന്ന് വെച്ചാൽ അത് ഡീലിമിറ്റേഷനാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മണ്ഡല പുനർനിർണയം. അതായത് മണ്ഡലത്തിൻ്റെ എല്ലാ ബൗണ്ടറികളിലൊക്കെ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. മണ്ഡലങ്ങളൊക്കെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾക്ക് ശേഷം CPM-ന് വോട്ട് വിജയിക്കാനുള്ള കഴിവ് അത് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതായത് കിട്ടിയ വോട്ടിനെ സീറ്റാക്കി മാറ്റാനുള്ള കഴിവ്. അതിൻ്റെ ആദ്യം ഈ ഒരു മണ്ഡല പുനർനിർണയം 2008 സംഭവിച്ചതിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ ഇലക്ഷൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കഷ്ടി 72 സീറ്റിലാണ് ആ മന്ത്രിസഭ വരുന്നത്. അവിടെ തന്നെ നമുക്ക് കാണാം അവർ കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെയധികം CPM നിലനിർത്തുന്നതും അത് പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ 2016-ലും 2021-ലും CPM അത് ഉയർത്തുകയും അതേസമയം കോൺഗ്രസിന് ആ ഒരു കപ്പാസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഈ കൺവേർഷൻ എഫിഷ്യൻസിയും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള പാറ്റേണും മുമ്പുള്ള 10-40 വർഷത്തിലെ ഡാറ്റയും അതുപോലെ ഡീലിമിറ്റേഷൻ്റെ ഒരു എഫക്റ്റും ഒരു ആൻറ്റി ഇൻകംബൻസി ട്രെൻഡുകളൊക്കെ മുമ്പുള്ള ഈ ഭരണവിരുദ്ധ തരംഗമൊക്കെ അതൊക്കെ ഒരു ആവറേജ് തരത്തിലേക്ക് നമ്മൾ എടുത്ത് പരിഗണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഡീലിമിറ്റേഷൻ്റെ എഫക്റ്റ് എല്ലാം പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ LDF-ന് 77 സീറ്റുകളും UDF-ന് 63 സീറ്റുകളാണ് ലഭിക്കുക. അതായത് LDF ഭരണത്തിൽ വരും എന്നർത്ഥം. പക്ഷേ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മുമ്പുള്ള ഇലക്ഷനിൽ നിന്ന് വ്യത്യസ്തമായി BJP വളരെ സജീവമായിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു വർഷമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ഒരു നാഷണൽ രീതിയിലേക്ക് മാറാൻ, നാഷണൽ പെർസ്പെക്റ്റീവിലേക്ക് മാറാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതായത് ലോക്സഭ ഇലക്ഷനുള്ളൊരു മെൻറ്റാലിറ്റി BJP സജീവമാകുമ്പോൾ ഇതൊരു രാജ്യത്ത് തന്നെ ഒരു പ്രശ്നമാകുന്ന തരത്തിലേക്ക് ജനം ചിന്തിക്കുകയും അതൊരു ലോക്സഭ ഇലക്ഷൻ്റെ അതേ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ വോട്ട് ഷെയറും സീറ്റുകളിലും എല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ ശശി തരൂർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുമെന്നറിയില്ല. കേരള കോൺഗ്രസ് മുതൽ ക്രിസ്ത്യൻ വോട്ടുകളും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി എഫക്റ്റും മുസ്ലിം വോട്ടും ജമാഅത്തെ ഇസ്ലാമിയും ആഭ്യന്തരം പോലീസ് PV Anwar ആരോഗ്യം ടൂറിസം മുതൽ KSRTC വരെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വോട്ടിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അത് ഒരു ആവറേജ് തരത്തിലാണ് മുമ്പ് നമ്മൾ ബേസ് ലൈൻ സെറ്റ് ചെയ്ത് ഒരു ഡാറ്റ പ്രകാരമുള്ള ഒരു ആവറേജ് സ്വിങ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു 77 CPM-നും ഒരു 63 UDF-നും LDF UDF എന്ന് പറഞ്ഞത്. അത് എത്രമാത്രം മാറ്റം വരും എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ട്രാക്ക് ചെയ്യാം. താങ്ക് യു.